ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 എഴുതിയ റിപ്പീറ്റേഴ്സ് അല്ലാത്ത വിദ്യാർത്ഥികളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണ് ഈ വീഡിയോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ മുഴുവനായിട്ടും കാണുക. നിങ്ങളിപ്പോൾ കീം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ വളരെ ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ ഫാർമസി കോളേജിലോ പോയി ചേർന്ന് അഡ്മിഷൻ കഴിഞ്ഞ് ക്ലാസ്സുകൾ തുടങ്ങുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിനിടയിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഇനിയുള്ളത് വളരെ ഓടിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനൊരു ബ്രീഫായിട്ട് ഈ വീഡിയോയിലൂടെ പറയാം. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും നമ്മുടെ ഭാഗത്ത് നിന്ന് അത് നോട്ടിഫിക്കേഷൻ ആയാലും അഡ്മിഷൻ സപ്പോർട്ടായാലും റാങ്ക് പ്രിഡിക്ഷൻ ആയാലും ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി ഗൈഡൻസ് ആയാലും എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ, ആരും മടിക്കണ്ട. സോ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ഇപ്പൊ എന്താണ് കീം പരീക്ഷയാണ് കഴിഞ്ഞത്. ഈ കീം പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി ചെയ്യാനുള്ളത് നിങ്ങൾക്കാണ്. എന്താണ്? സിമ്പിൾ സാധനമാണ്. ഈ കീമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സ്കോറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ആദ്യം തീർച്ചയായിട്ടും 2 കാര്യങ്ങൾക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. താൻ ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത്, സിമ്പിൾ ഏത് ബ്രാഞ്ചാണ് ചേരാൻ പോകുന്നത്. രണ്ടാമത് താൻ ഏതൊക്കെ കോളേജുകളിലാണ് അപേക്ഷിക്കാൻ പോകുന്നത്. ഒരു 5-10 ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ +2 റിസൾട്ട് വരുന്നു. +2 റിസൾട്ടിന്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കീം ഒഫീഷ്യലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. എന്നിട്ട് എന്താണ്, നിങ്ങൾ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ഫാർമസിക്കാർക്ക് അത് ആവശ്യമില്ല, എഞ്ചിനീയറിംഗുകാരെ അത് അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാറ്റഗറി വൈസ് ഒക്കെ എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷനോ മിസ്മാച്ചോ ഉണ്ടെങ്കിൽ അതിനും സമയം തരും. അത് കഴിഞ്ഞിട്ട് അവരൊരു കീം സ്കോർ, അതിനു മുമ്പ് കീം സ്കോർ വരും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യം കീം സ്കോർ വരും, എന്നിട്ട് നിങ്ങൾ +2 മാർക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം ആദ്യം കീം സ്കോർ വന്നതിന് ശേഷമാണ് ഫൈനലി കീം റാങ്ക് ലിസ്റ്റ് വരുന്നത്. കീം റാങ്ക് ലിസ്റ്റ് വന്നതിന് തൊട്ട് പിന്നാലെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, എന്താണ് കാറ്റഗറി റാങ്ക്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് കിടക്കുന്നത്. അപ്പോൾ കീം റാങ്ക് ലിസ്റ്റും കീം കാറ്റഗറി റാങ്ക് ലിസ്റ്റും വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് എന്താണ്, അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് കിടക്കുകയാണ്. നിങ്ങളുടെ റാങ്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എന്താണ് ഒരു അവസരമുണ്ട്. അത് ഇത്ര ഓപ്ഷൻസ് നിങ്ങൾക്ക് വയ്ക്കാം. ഒഫീഷ്യൽ സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ആ പറയുന്ന ഡേറ്റിനകത്ത് നിങ്ങളുടെ കോളേജുകളെ ഇത് ചെയ്യാം. നിങ്ങൾ +1 അലോട്ട്മെന്റ് കണ്ടില്ല, അതുപോലെ തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് വരും, ദെൻ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ് കൺഫേം ചെയ്യാനുള്ള അവസരമുണ്ട്, ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ചെറിയ സമയം നിങ്ങൾക്ക് തരും. അതും കഴിഞ്ഞിട്ട് തേർഡ് അലോട്ട്മെന്റ്, സപ്ലിമെന്ററി അലോട്ട്മെന്റും ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം സ്പോട്ട് അലോട്ട്മെന്റും വന്ന് അവസാനം സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് ഉൾപ്പെടെ വരും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ ഒരു ജൂലൈ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ആയതോടു കൂടി നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഫാർമസിയിൽ തുടങ്ങാൻ പോകുന്നത്. പറയുമ്പോൾ എത്ര സിമ്പിളാണ്. പക്ഷേ ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടവരാണ് വളരെ പാഷനേറ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ കാണുന്നവരാണ് എങ്കിൽ അപ്പോൾ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് വേണം. നിങ്ങൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ അറിഞ്ഞ് വേണം ചെയ്യാൻ. നല്ലൊരു അഡ്മിഷൻ നല്ലൊരു കോളേജിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം വളരെയധികം റിസ്ക് ഫാക്ടർ ഉണ്ട്, അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സോ അതെല്ലാമാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത്തരത്തിലുള്ള സംശയങ്ങളുള്ളവർക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തു. ബൈ.